ഞാൻ നിന്നെ തടയാൻ വന്നതല്ല. പ്രദീപ് അല്ലേ? പ്രദീപ്, ഇത് ശ്രീനാഥ്. ഹലോ ശ്രീനാഥ്. ഹലോ. ഓക്കെ, നിങ്ങൾ സംസാരിക്കേ, അതായിരിക്കും നല്ലത്. ഓക്കെ. ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല. നിനക്ക് ആരെ ഇഷ്ടപ്പെടാം, ഒളിച്ചോടാം, അതെല്ലാം നിന്റെ പേഴ്സണൽ മാറ്റർ. പക്ഷെ എന്തോ എനിക്കിപ്പോൾ ഈ അവസ്ഥയിൽ പലരോടും പുച്ഛം തോന്നുന്നു. ഇനി അത് നിന്നോട് പറയാൻ എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിലോ, അതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. ആദ്യം പുച്ഛം തോന്നുന്നത് എനിക്ക് എന്നോട് തന്നെ. നിന്നെ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി കണ്ടിരുന്നു. അതുകൊണ്ടാണ് എല്ലാ സങ്കടങ്ങളും നിന്നോട് മാത്രം പറഞ്ഞത്, കടം വരെ വാങ്ങിയത്. പക്ഷേ നീ എന്നെ ഒരിക്കലും ഒരു നല്ല സുഹൃത്തായി കണ്ടില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. കണ്ടിരുന്നെങ്കിൽ നീ ഇതെല്ലാം എന്നോട് പറയുമായിരുന്നു. കല്യാണത്തിന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ നീ എൻ്റെ സഹായം തേടുമായിരുന്നു. പിന്നെ പുച്ഛം എനിക്ക് നിൻ്റെ അച്ഛനോടോ അമ്മയോടോ, നിന്റെ മകളായല്ല ഫ്രണ്ടായി കണ്ടതിന്, നിനക്ക് ഇത്രയും ഫ്രീഡം തന്നതിന്. അതുകൊണ്ടാണല്ലോ അവർക്ക് ഇന്ന് ഇത്രയും വേദനിക്കേണ്ടി വന്നത്. നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല ഞങ്ങൾ കരുതിയത്. അത് പോട്ടെ, പിന്നെ വല്ലപ്പോഴൊക്കെ വിളിക്കണം. എന്നെയല്ല, അച്ഛനും അമ്മയും നന്ദുവിനെയും. അതവർക്ക് കുറച്ചെങ്കിലും ആശ്വാസമാകും. ഇനി എന്താ ഞാൻ പറയേണ്ടത്? ഒരു ഓൾ ദി ബെസ്റ്റ് അല്ലാതെ നീ എത്ര ഞങ്ങളെ വേദനിപ്പിച്ചാലും അങ്ങനെ ആഗ്രഹിക്കാനല്ല ഞങ്ങൾക്ക് പറ്റൂ. പോട്ടെ, ഞാൻ ഇറങ്ങാം. എന്തായി? നന്ദിതയെ ഞാൻ കണ്ടു ബസ് സ്റ്റാൻഡിൽ വെച്ച്. പിന്നെ അവൾക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി ഞാൻ പലതും പറഞ്ഞു. അത് കേട്ടിട്ടെങ്കിലും അവൾ തീരുമാനം മാറ്റി എൻ്റെ കൂടെ തിരിച്ചു വരുമെന്ന് കരുതി. എവിടെ? അവളുടെ വീട്ടിൽ നിന്ന് പിന്നെയും വിളിച്ചിരുന്നു. നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാനില്ല അമ്മ, അങ്കിളും എന്നെ കരയായിരിക്കും. എനിക്കത് കാണാൻ വയ്യ. എടാ, അവര് വേദനിക്കുമ്പോഴല്ലേ നമ്മൾ അവരുടെ കൂടെ നിൽക്കേണ്ടത്. സാരമില്ല അമ്മേ, ഇറങ്ങാം. ഹാപ്പി അല്ലടാ? പിന്നെ ഇനി നീ അകത്തിരുന്ന് പഠിച്ചാൽ മതി കേട്ടോ. നിന്റെ ഹീറോയിസം ഒക്കെ എനിക്ക് ഇഷ്ടമായി. പക്ഷേ നാളെ നീ ഒരു പെൺകുട്ടിയായിട്ട് ഒളിച്ചോടില്ലെന്ന് എന്താ ഉറപ്പ്? അമ്മയാണ് എനിക്ക് അതിനുള്ള ഉറപ്പ്. ഞാനും ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാതെ വരുമോ? പിന്നെന്തിനാ ഞാൻ ഒളിച്ചോടുന്നത്? എന്താണ് മ്യാട ഒന്നും മിണ്ടാത്തെ? ഇങ്ങനെ സോപ്പിടാൻ നിന്നെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരും. അമൃത, നിനക്കൊരു വിസിറ്റർ ഉണ്ട്. ഹലോ. ഹലോ. ഞാനൊരു താങ്ക്സ് പറയാന്ന് കരുതി വന്നാ. ഞാൻ ഈ ഹോസ്റ്റലിലാണെന്നൊക്കെ എങ്ങനെ അറിയാം? അറിയാം. ഇന്നലെ ആ സിറ്റുവേഷനിൽ എനിക്ക് വേണ്ടി താൻ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലീസുകാരനെ തൂക്കിയെടുത്തോണ്ട് പോയേനെ. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാൻ കഴിയാതെ വന്നേനെ. താങ്ക്സ് എ ലോട്ട്. ഇറ്റ്സ് ഓക്കേ. പിന്നെ വിരോധമില്ലെങ്കിൽ കുട്ടിയെ എനിക്കൊന്ന് പരിചയപ്പെട്ടാൽ കൊള്ളാമെന്നുണ്ട്. അല്ല, ഞാൻ പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫൈനൽ എക്സാം വരികയാണ്. എനിക്ക് അധികം സമയമൊന്നും വേണ്ട. സോറി, ഞാനൊരു ബുക്ക് പകുതിക്ക് നിർത്തിയിട്ടാ പോണത്. ഓ, ഇറ്റ്സ് ഓക്കെ.
ഹോസ്റ്റലിൽ വെച്ച് എന്നെ ഒഴിവാക്കിയതാണെന്ന് മനസ്സിലായി. പക്ഷെ ഇന്ന് എനിക്ക് ഇപ്പോൾ ഇവിടെ വെച്ച് സംസാരിച്ചേ പറ്റൂ, പരിചയപ്പെട്ടേ പറ്റൂ. പ്ലീസ്. കുട്ടിയുടെ പേരും നാടും ഒക്കെ എനിക്കറിയാം. എങ്ങനെ അറിയാം? അറിയാമെന്ന് വെച്ചോളൂ. ഇനി എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഐ എം ശ്രീനാഥ്. ഒരു ആഡ് ഫിലിം മേക്കറാണ്. അത്ര ഫേമസ് ആയിട്ടില്ല, ആയി വരുന്നതേ ഉള്ളൂ. ഓ, ഇനി എനിക്ക് ശരിക്കും പറയാനുള്ള കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ആദ്യമായി ഒരു ആഡ് ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ എൻ്റെ ഫസ്റ്റ് ഫ്രെയിമിലേക്ക് കയറി വരികയായിരുന്നു കുട്ടി. അന്ന് കുട്ടി എന്നെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അങ്ങനെയാണ് കുട്ടിയെ ഞാൻ ആദ്യം കാണുന്നത്. എന്നിട്ട് പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് വെച്ച്, ആ അപകട സ്ഥലത്ത് വെച്ച് നമ്മൾ വീണ്ടും വീണ്ടും കണ്ടു. ഓരോ തവണ കാണുമ്പോഴും അത് യാദൃശ്ചികമല്ല എന്ന് എന്തോ ഒരു തോന്നൽ. ആരോ ഒരാൾ മനഃപൂർവ്വം എന്നെ കൊണ്ടുചെന്ന് കാണിക്കും പോലെ. ഇനി ശ്രീനാഥ് ഇങ്ങോട്ട് പറയാൻ പോകുന്ന ഡയലോഗ് ഞാൻ അങ്ങോട്ട് പറയട്ടെ? അല്ല, അതെങ്ങനെ? അതൊക്കെ എനിക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ. എന്നാ ഒന്ന് പറഞ്ഞു നോക്ക്. ഇങ്ങനെ ഓരോ തവണ കാണുമ്പോഴും എനിക്ക് കുട്ടിയോട് വല്ലാത്തൊരു അടുപ്പം തോന്നുക എന്ന് വെച്ചാ ഭയങ്കര ഇഷ്ടോ. എന്താ ശരിയല്ലേ? പക്ഷെ തൽക്കാലം എന്നോട് ക്ഷമിക്കണം. ഞാൻ ഈ നമ്പറിലൊന്നും വീഴാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണവും പറയാം. കാണുക, ഇഷ്ടപ്പെടുക, ഇതൊക്കെ ഏതൊരു ചെറുപ്പക്കാരനും പെൺകുട്ടികളോട് തോന്നുന്ന തികച്ചും സാധാരണമായൊരു കൗതുകമാണ്. അല്ലേ തമാശയാ. എന്ത് ചെയ്യാനാ, എനിക്ക് ഇത്തരം തമാശകളൊന്നും താല്പര്യമില്ല, സമയവുമില്ല. ആഹാ, പർച്ചേസിന് കൂടെ വരാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ കുത്തിയിരിക്കുകയാണോ? എന്ത് നല്ല കുട്ടി. ഇതാരാടാ? ഇതാണ് അമൃത. ഓ, അതെ, ഇന്നൊരു സംഭവം ഉണ്ടായി. അവിടെ ഇരിക്കേ. ഞാൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഈ കുട്ടി ഇന്ന് എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അപ്പാ കുട്ടിക്ക് ബുദ്ധിയുണ്ട്. പക്ഷേ അപ്പം മുതൽ എനിക്ക് ആ കുട്ടിയോട് കൂടുതൽ കൂടുതൽ ഇഷ്ടം തോന്നി തുടങ്ങി. എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ആ കുട്ടി എന്നോട് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. അല്ല, അതിന് അവളെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം ഞങ്ങൾ തമ്മിൽ വലിയ പരിചയമൊന്നുമില്ലല്ലോ. എന്നാലും എനിക്ക് അവളോടുള്ള ഇഷ്ടം തമാശയല്ല എന്ന് ഞാൻ എങ്ങനെയാ കുട്ടിയൊന്ന് ബോധ്യപ്പെടുത്തുക? അതിനുള്ള വഴികളാണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ ഉപദേശമൊന്നും നിന്റെ തലയിൽ കേറിയില്ല എന്നർത്ഥം. സോറി, ഇല്ല. ഇനി ഈ സിറ്റുവേഷനിൽ അമ്മയുടെ തലയിൽ വല്ല ബുദ്ധിയും വരുന്നുണ്ടോ? ദേ, നീ എന്റെ കയ്യിൽ നിന്ന് മേടിക്കും. എന്നാലും എന്തെങ്കിലും ഒരു ഐഡിയ പറയമ്മേ. സത്യത്തിലെ എനിക്ക് ആ കുട്ടിയോട് അത്രയ്ക്ക് ഇഷ്ടം തോന്നുന്നുണ്ട്. ഞങ്ങളൊക്കെ ശ്രീനാഥിന്റെ ഫ്രണ്ട്സാ. ഓ, പക്ഷെ ഞങ്ങളിപ്പോ ശ്രീ പറഞ്ഞിട്ടല്ല കുട്ടിയെ കാണാൻ വന്നത്. നിർമ്മലാൻറ്റി പറഞ്ഞിട്ടാ. നിർമ്മലാൻറ്റി എന്ന് പറഞ്ഞ ശ്രീയുടെ അമ്മ. ആന്റിക്ക് അമൃതയുടെ അഡ്രസ് ഒന്ന് വേണമായിരുന്നു. മറ്റൊന്നിനുമല്ല, അമൃതയുടെ വീട്ടിൽ പോയി പാരന്റ്സിനെ മീറ്റ് ചെയ്യാനാ. ഫോർമലായി ശ്രീക്ക് വേണ്ടി കല്യാണം ആലോചിക്കാൻ. ഞാൻ അമൃത. ശ്രീയുടെ ഫ്രണ്ട്സ് എന്നെ കാണാൻ വന്നിരുന്നു. അവര് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് സത്യമാണോന്ന് അറിയാൻ വേണ്ടി വന്നതാ. എന്താ മോളെ? അല്ല, അവരെ ആന്റി അങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞു. അത് സത്യമാണോ? അതെ. എന്തേ? ഞാനത് പെട്ടെന്ന് വിശ്വസിച്ചില്ല, അതുകൊണ്ടാ. അമൃത ഇപ്പോഴും അഡ്രസ് തന്നില്ല. അതിനു മുൻപ് എനിക്ക് ശ്രീനാഥിനോടൊന്ന് സംസാരിക്കണം. ശ്രീനാഥ് എന്നോട് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഫസ്റ്റ് ആഡ് ഫിലിമിന്റെ ഫസ്റ്റ് ഫ്രെയിമിൽ എന്നെ ആദ്യം കണ്ടേന്ന്. എന്നാൽ അതിനു മുൻപേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ലൊക്കേഷൻ നോക്കിക്കൊണ്ട് ഉത്സാഹത്തോടെ ആ ബ്രിഡ്ജിന് മുകളിൽ നിൽക്കായിരുന്നു അപ്പൊ ശ്രീനാഥ്. അതിനുശേഷം അമ്മയുടെ കൂടെ ചിരിച്ചുകൊണ്ട് ആ റെസ്റ്റോറൻറ്റ് വന്ന് കയറിയപ്പോൾ, കൂട്ടുകാരുടെ കൂടെ ബഹളം വെച്ച് മറ്റൊരു റെസ്റ്റോറൻറ്റ് കയറിപ്പോയപ്പോൾ, അങ്ങനെ ഓരോ തവണയും ശ്രീനാഥ് എന്നെ കാണും മുമ്പേ ഞാൻ ശ്രീനാഥിനെ കണ്ടിരുന്നു. ഒരു കാര്യം കൂടി ഞാൻ സമ്മതിക്കാം. അപ്പൊ ശ്രീനാഥൻ എന്നോട് തോന്നിയതെല്ലാം എനിക്ക് ശ്രീനാഥിനോട് തോന്നിയിട്ടുണ്ട്. എന്നാലും എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റില്ല ശ്രീനാഥ്. നിങ്ങളുടെ അമ്മ നിങ്ങളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഇപ്പം എനിക്കറിയാം. അതുപോലെ
എന്നെ ഭ്രാന്തമായി സ്നേഹിക്കുന്ന ഒരാൾ എനിക്കുമുണ്ട്, എൻ്റെ അച്ഛൻ. അച്ഛൻ്റെ മാത്രം ഇഷ്ടത്തിന് എന്നെ വിവാഹം കഴിച്ചയക്കൂ. അത് അച്ഛൻ്റെ ഒരു വാശിയാ. അതിൻ്റെ ഇടയിൽ എൻ്റെ ഇഷ്ടവും എന്നെ സ്നേഹിക്കുന്ന ഒരാളുടെ ഇഷ്ടവും ഒന്നും അച്ഛന് ഉൾക്കൊള്ളാനാവില്ല. ഇതൊന്നും അച്ഛൻ്റെ കുറ്റമല്ല. അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട്. പിന്നെ ഞാനും അച്ഛനെ എതിർത്തൊന്നും ചെയ്യില്ല. അതിനും ഒരുപാട് കാരണങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളും. അതുകൊണ്ട് പറയാ, എന്നെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എന്നെ അല്ല ശ്രീനാഥിനെ ലഭിക്കുക. വേദനയാ, വേദന മാത്രം. അമൃത, എടാ കുട്ടി എന്താ പറഞ്ഞത്? അവളുടെ അച്ഛൻ്റെ ഇഷ്ടത്തിന് അവളെ കെട്ടിക്കുന്നു, അല്ലാതെ അവളുടെ ഇഷ്ടം അവിടെ നടക്കില്ല. അച്ഛനെതിർത്ത് അവളൊന്നും ചെയ്യേയില്ല. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു വളഞ്ഞ വഴി നോക്കുന്നു. നാളെ തന്നെ നമ്മൾ അമൃതയെ ചെന്ന് കാണുന്നു, അച്ഛനെ പരിചയപ്പെടുത്താൻ പറയുന്നു, അങ്ങേരെ ഇംപ്രസ് ചെയ്യുന്നു, മോളെ കെട്ടിക്കുന്നു, അങ്ങേരെ കൊണ്ട് എന്നെ പറയിപ്പിക്കുന്നു. എന്ന് വെച്ചാൽ മകളെ വളയ്ക്കുന്നതിന് പകരം നമ്മൾ അവളുടെ അച്ഛനെ വളയ്ക്കുന്നു. ഓക്കെ? എക്സ്ക്യൂസ് മീ, എനിക്ക് MCAക്ക് പഠിക്കുന്ന അമൃതയൊന്ന് കാണണമായിരുന്നു. അമൃത, ആ കുട്ടി വെക്കേറ്റ് ചെയ്ത് പോയല്ലോ. പോയോ? ആ, ഇന്നലെ എക്സാം കഴിഞ്ഞത്. ഇന്ന് രാവിലെ അമ്മാമ്മ വന്ന് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. ഒന്ന് മാറിക്കേ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. വാ, ഒന്ന് വേഗം ഇറങ്ങ്. ഹലോ, ഞാൻ അമൃതയാ. ഞാൻ നാട്ടിലേക്ക് പോവാ, പറയാതെ. പക്ഷെ എന്തോ എനിക്കിപ്പോ പറയണമെന്ന് തോന്നി. ഒരുപാട് ദൂരെ, ഒരുപക്ഷെ ശ്രീനാഥ് കേട്ട് കാണും, സ്വർഗപുരം എന്ന ഗ്രാമം. അച്ഛൻ ദേവേന്ദ്ര പട്ടേലർ. ഗ്രാമത്തില് അച്ഛനെ അറിയാത്തവരായിട്ട് ആരുമില്ല. ഞങ്ങളുടെ വീട് ചോദിച്ച ആരും കാണിച്ചു തരും. ഇതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നതെന്ന് അറിയില്ല. എന്തോ ശ്രീനാഥ് ഇതൊക്കെ അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണെന്ന് തോന്നി. ഇനി അങ്ങനെ അല്ലാന്നുണ്ടോ? എങ്ങനെയാ വെക്കുക?
കുറച്ച് ദിവസത്തേക്ക് ഇവിടെ കാണില്ലമ്മ. അല്ല, ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് എന്താ ചോദിക്കാത്തെ? ചോദിക്കാതെ തന്നെ മനസ്സിലായി. എവിടേക്കാ? എടാ